അസ്സലാമലൈക്കും. അടുത്ത് വെച്ചിട്ടാണ് മക്കൾ ചെയ്യണം, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇന്നും സുഖമായിരിക്കട്ടെ എന്ന് വിചാരിക്കണം. ഇന്നലത്തെ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞത്, കൊല്ലും കൊലയും വെട്ടും കുത്തും ഒന്നുമില്ലാത്തൊരു കാലഘട്ടം നമുക്ക് വരട്ടെ എന്ന്. പക്ഷേ അള്ളാഹു എന്ത് തീരുമാനിച്ചിട്ടെന്നറിയില്ല. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേന് തന്നെ രണ്ടെണ്ണത്തിനെ കൊന്നു എന്നുള്ളൊരു ന്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ മീര ടീച്ചറാണ്, കോട്ടയത്താണ് തോന്നുന്നു, കോട്ടയം. അപ്പോൾ പേര് കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിക്കുക. അപ്പോൾ ഡോക്ടറാണ്. ആ മനുഷ്യൻ നല്ലൊരു വ്യവസായിയാണ്. കൊട്ടാരം പോലൊരു വീട്, ഒരു മകൻ 2017 ഇതേമാതിരി തന്നെ കൊല്ലപ്പെട്ടു എന്ന് പറയണു. ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്താണെന്ന് പറയണു. പക്ഷേ മറ്റേ അടുത്തുള്ളവരാരൊക്കെ അവരുടെ ബന്ധുക്കളാണ് തോന്നുന്നത്, അവരൊക്കെ വന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ നിറയെ രക്തങ്ങളായിരുന്നു. അപകടം നടന്നിട്ട് അവിടുന്ന് 210 മീറ്റർ ഉണ്ട് റെയിൽവേ പാലത്തിലേക്ക്, അവിടം വരെ ഒന്ന് നടന്നു പോകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അതും കൊലപാതകമാണെന്ന സംശയത്തിൽ കേസ് നടത്തി ഹൈക്കോടതിയിൽ പോയി. അത് ഇപ്പോൾ CBIക്കോ ഒക്കെ വിട്ടുക്കണ കേസ് ആയിട്ട്, ഓർഡർ ആയിട്ട് 1 മാസം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേന് ആ കേസ് നടത്തേണ്ട മാതാപിതാക്കളെ കൊന്നു. എന്താ അതിനൊക്കെ നമ്മൾ പറയുക? ആസാം സ്വദേശിയാണെന്ന് പറയുന്നത്. ആസാം സ്വദേശി അവരെ കടയിൽ നിന്നിട്ട് 90,000 രൂപ ഗൂഗിൾ പേ വഴി അയാളുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നു. ഫോണ് കട്ടു. ഈ കേസും പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ഒരു 4-5 മാസം ജയിലിൽ കിടന്നു പറയണം. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് ഈ പരിപാടി ചെയ്തേക്കണത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്നുമല്ല, ആസാം സ്വദേശിയാണെങ്കിലും കേരള സ്വദേശിയാണെങ്കിലും വേറെ ഏത് സ്വദേശികളാണെങ്കിലും ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്യുന്നൊന്നും നമ്മളെ യൂട്യൂബേഴ്സ് കാണുന്നില്ലേ? നെജില തട്ടിപ്പറിച്ചു, നെജില അങ്ങനെതാക്കി, മനുഷ്യന്മാരെ പറ്റിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയണ മനുഷ്യന്മാർക്ക് ഇമാതിരി കൊലകൾ, അവരെ മുതലും കട്ടെടുത്തിട്ട് അവരെ കൊന്നിട്ട് മഴ കോടാലി കൊണ്ടൊക്കെ ഇതാക്കിയിട്ടാണ് ആ മനുഷ്യന്മാരെ 2 ആളെയും കൊന്നിരിക്കണം. 2 വൃദ്ധരായ മനുഷ്യന്മാരാണ്. കൊട്ടാരം പോലത്തെ വീടുണ്ട്. മകൾ അമേരിക്കയിലാണ്. മകൻ 2017 തന്നെ ഇതുപോലെ മരിച്ചുപോയി. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് ജീവിക്കാൻ പറ്റിയില്ല, ജീവിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ വേണം. നമ്മളെ നാട്ടിൽ നിന്ന് ഈ ആസാമികളെയും ബംഗാളികളെയും ക്രിമിനലുകളെ എല്ലാവരെയും ഒഴിവാക്കിയാലേ കേരളത്തിലുള്ള മനുഷ്യന്മാർക്ക് ശ്വാസം വിട്ട് രാത്രി കടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. മറ്റേ നമ്മളെ കേരളത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു പരിധിയുണ്ട്, പക്ഷേ ഇവർക്ക് ഒരു പരിധിയില്ല. ഇവർ ഈ കഞ്ചാവും ബ്രൗൺ ഷുഗറും അതേമാതിരി തന്നെ MDMA ഇതൊക്കെ ഉപയോഗിച്ച് അവരെ നാട്ടിൽ നിന്നും ജോലി കിട്ടാതെ നമ്മളെ നാട്ടിലേക്ക് വരികയാണ്. നമ്മളെ നാട്ടിലാണെങ്കിലോ മലയാളികൾക്ക് കൂലി കൂടുതൽ ചോദിക്കുന്ന പറഞ്ഞാൽ ബംഗാളി 300 ചോദിച്ചെങ്കിൽ ഏത് കടയിൽ ചെന്നാലും ബംഗാളിക്ക് നല്ല സീറ്റാണ്, മലയാളിക്ക് സീറ്റില്ല. കാരണം ഞങ്ങൾ ഇവിടെ തന്നെ എത്ര ദിവസങ്ങളായെന്ന് വെച്ചാൽ ഒരു ജോലി അന്വേഷിച്ച് നടക്കണം, പക്ഷെ ജോലി കിട്ടുന്നില്ല. പോകുന്ന കടകളിലെല്ലാം പറയുന്നത് ബംഗാളി ഉണ്ട്, ആസാമി ഉണ്ട്, അതുകൊണ്ട് ജോലിയില്ല. കാരണം അവർക്ക് കൂലി കുറച്ച് കൊടുത്താൽ രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ വേണമെങ്കിലും ജോലി ചെയ്തോളും. പക്ഷെ പിന്നീട് ഇങ്ങനെ വരുന്ന ഒരു അപകടങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ലാഭം മാത്രം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇനിയും നമ്മളെ നാട്ടിൽ വേണോ? ഇവർ അതൊന്ന് ചിന്തിക്കണ്ടേ? നമ്മളെ ജനങ്ങൾ ചിന്തിക്കണ്ടേ? നമ്മളെ ചെറുപ്പക്കാർ ചിന്തിക്കണ്ടേ? എത്ര എണ്ണത്തിനെയാണ് ഇവരിങ്ങനെ ചെയ്യണത്? എത്ര വിധത്തിലാണ് അവർ നമ്മളെ കേരളത്തിൽ വന്ന് ജീവിക്കുന്നത്? എന്തെല്ലാം ക്രിമിനലുകളായിട്ടാണ് അവരുടെ നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിലേക്ക് എത്തുന്നത്? നമ്മളെ നാട്ടിലെത്തിയ കൂലി കുറവാണ് അവർക്ക് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടല്ലേ നമ്മളെ നാട്ടിൽ അവർ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ ഇവിടുന്ന് ഇതിന് മുമ്പ് ഓടിയിട്ടുണ്ടാവില്ലേ? പോലീസുകാരെയും മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അവർ വന്ന് ട്രെയിൻ ഇറങ്ങി ബസ് കയറി ചായക്കടകളിലോ പലചരക്കടകളിലോ ഫ്രൂട്ട്സ് കടകളിലോ അതേമാതിരി ജ്യൂസ് കടലിലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കപ്പ് ജോലിയാണ്. കാരണം കൂലി കുറവ് മതി, ഭക്ഷണം കുറവ് മതി. കാരണം അവർക്ക് ഈ ഉരുളൻകിഴങ്ങും കുറച്ച് മഞ്ഞപ്പൊടിയും അതേമാതിരി അവരുടേതായുള്ള അരി ഇതൊക്കെ ഉണ്ടാക്കിയത്. നമ്മളെ ഭക്ഷണങ്ങളൊന്നും കൂടുതൽ ആൾക്കാർ അവർ കഴിക്കില്ല. ഞാനും കണ്ടിട്ടുണ്ട് കുറേ ബംഗാളികൾ ഇവിടെ ഓരോ വീടിൻ്റെ പണിക്കൊക്കെ വന്ന് നിന്ന്
ജോലി ചെയ്യുന്നത് ഞാനും കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭക്ഷണ രീതി തന്നെ വേറെയാണ്. നമ്മളത്ര ചിലവില്ല അവർക്ക്. പിന്നെ ഈ ചപ്പാത്തി, ഉണക്ക ചപ്പാത്തി അതിലേക്കും ഈ ഉരുളൻകിഴങ്ങ് ഉടച്ച് കലക്കി നമ്മൾ ഭൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന മല്ലൊരു മസാല ഉണ്ടാക്കുക, അതും അവർ കഴിക്കും. അവരെന്നെ ഉണ്ടാക്കുക, അവരെന്നെ കഴിക്കും. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക. കാരണം കൊലപാതകങ്ങൾ ആസാമികളും ബംഗാളികളുമായിട്ട് കൂടുതലായിട്ട് വരികയാണ്. അതേമാതിരി നെജിലാനെയൊക്കെ പറ്റിച്ചു പറഞ്ഞ് കുറ്റം പറയണവർ ഇതൊന്ന് കാണുക, ഈ മരണങ്ങളൊന്ന് കാണുക. കാരണം എന്താ വെച്ചെങ്കിൽ അവരെ പൈസയും വാങ്ങിച്ച്, അവരെ ഫോണും കട്ട്, അവരെ പൈസയും കട്ട്, ജയിലിലും കടന്ന് തിരിച്ച് വന്നിട്ട് അവരെ കൊല്ലുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ മാത്രം നോക്കിയാൽ പോരല്ലോ, മറ്റേ നമ്മളെ നാട്ടിൽ എന്തെല്ലാം നടക്കുന്നുണ്ടെന്നും കൂടി നമ്മൾ നോക്കണ്ടേ. നമ്മൾ അന്വേഷിക്കണ്ട. നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഈ യൂട്യൂബ് തുറന്നാൽ തന്നെ നമുക്ക് കിട്ടാവുന്നുള്ളൂ ഈ വിവരങ്ങളെല്ലാം. ഒരു ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. എവിടെയും നമ്മൾ പോയി അന്വേഷിക്കേണ്ട, നേരിട്ട് നമുക്കതറിയാം. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഈ ആസാമികളും ബംഗാളികളും ക്രിമിനലായിട്ടുള്ള ആൾക്കാർ പോകണം. അവരുടെ പശ്ചാത്തലം നോക്കിയിട്ട് അവരെ പറഞ്ഞു വിടണം. അവരുടെ റൂമുകളിൽ കൂടെ എല്ലാം എത്ര റൂമിൽ നിന്നാണ് ഇപ്പോൾ MTMA ഇതും സ്ത്രീയും പുരുഷനായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതും അവരെ തന്നെ തല്ലിക്കൊല്ലുന്നു, അങ്ങനെ എത്ര പ്രശ്നങ്ങളായിട്ട്. അപ്പോൾ അത് എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ചെറുപ്പക്കാരും മുന്നിട്ടിറങ്ങിയിട്ട് ഈ പറയുന്ന മാതിരി നിയമത്തിൻ്റെ മുമ്പിൽ ഇതെങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് അവരെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മളെ നാട്ടിലേക്ക് വരുന്നവരെ നമ്മളെ നാട്ടിൽ നിർത്താതെ തിരിച്ച് പറഞ്ഞേക്കാനുള്ള ഇത് നമ്മളുടെ ആൾക്കാർ ചെയ്യണം. എൻ്റെ അറിയാവുന്ന ഒരു ചെറിയ ബുദ്ധിയിൽ ഞാൻ പറഞ്ഞാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കാരണം എന്താ വെച്ചെങ്കിൽ പലരെയും അവർ കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ നടക്കണില്ലെന്നുണ്ട്, പക്ഷെ പരിധിയുണ്ട് നമ്മളെ നാട്ടിൽ. പക്ഷെ മറ്റുള്ളവർക്ക് അതില്ല. അവർക്ക് നമ്മളെ നാട്ടിൽ വന്ന് ഇങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കാലങ്ങൾ പോകുന്തോറും നമ്മൾ അടുത്ത തലമുറക്ക് ജീവിക്കണ്ടേ? കേരളം തന്നെ അവരുടേതായി മാറും. അപ്പോൾ ഒന്ന് ആലോചിക്കുക. ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായുസ്സും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നമ്മളെ കുടുംബങ്ങളെ കൊണ്ട് പെടുത്താതിരിക്കട്ടെ അള്ളാഹു എന്നും ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോയിൽ കാണാം, ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ.